സുഗമോദേവി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സിദ്ധാർത്ഥനാണെങ്കിൽ ചുറ്റിലുമുള്ള കുത്തുവക്കുകൾ കൊണ്ട് ആകെ വേദനിച്ചിരിക്കുകയാണ്. രജനി പറയുന്നുണ്ട്, അമ്മയെ കൊല്ലാൻ പോലും അച്ഛൻ മടിക്കില്ല, അച്ഛന് പാർട്ടിയാണ് വലുതെന്നൊക്കെ. ഈ സമയത്തൊക്കെ തന്നെ നന്ദനും ദേവികയുമാണ് സിദ്ധാർത്ഥന് താങ്ങും തണലുമായിട്ട് നിൽക്കുന്നത്. എന്തായാലും അവിടേക്ക് പ്രഭാവതിയുടെ പാർട്ടിയുടെ ആൾക്കാർ വരുന്നുണ്ട്. ഗിരീഷ് പോയിട്ട് പറയാണ്, രാഘവേട്ട ഇവിടെ വന്ന് പ്രശ്നമൊന്നും ഉണ്ടാക്കരുതെന്ന് പറയുമ്പോൾ ഇതേ പാർട്ടിപരമായിട്ടുള്ള കാര്യമാണ്, കുടുംബകാര്യമല്ല. ഗിരീഷ് കുറച്ച് മിണ്ടാതിരിക്കണം, എനിക്ക് സംസാരിക്കാനുള്ളത് സിദ്ധാർത്ഥനോടാണെന്നൊക്കെ പറയുന്നു. എന്തായാലും സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, എൻ്റെ ഭാര്യയാണ് കാണാതായിരിക്കുന്നത്, നിങ്ങളുടെ സ്ഥാനാർത്ഥിയൊക്കെ പിന്നെ എൻ്റെ ഭാര്യ എവിടെയുണ്ടെന്ന് എനിക്കറിയണം, അത് എൻ്റെ കൂടി ആവശ്യമാണെന്നൊക്കെ സിദ്ധ് പറയുന്നുണ്ട്. സ്വന്തം ഭാര്യയെ മറച്ചു വെച്ച് ഇങ്ങനെ രാഷ്ട്രീയം കളിക്കുന്നത് ശരിയല്ല എന്നൊക്കെ സിദ്ധാർത്ഥനോട് അയാൾ പറയുമ്പോൾ, രാഷ്ട്രീയമൊക്കെ തന്നെയാണ്, പക്ഷേ എൻ്റെ പാർട്ടിയിൽ ഞാൻ മാത്രമല്ല, അതുപോലെ തന്നെ ഒരുപാട് ആളുകളുണ്ട്. എന്തായാലും ത്യാഗരാജനെ ഉദ്ദേശിച്ച് തന്നെയാണ് സിദ്ധാർത്ഥൻ അതൊക്കെ പറയുന്നത്. അങ്ങനെ രാഘവൻ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ കിട്ടിയേ മതിയാവും, അതിനിപ്പോൾ സിദ്ധാർത്ഥൻ എന്ത് വിചാരിച്ചാലും വേണ്ടില്ല, എന്തായാലും കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നിടത്തല്ലേ പറഞ്ഞത്, പോലീസ് വൈകാതെ തന്നെ ഇങ്ങോട്ട് എത്തുമെന്നൊക്കെ സിദ്ധാർത്ഥനോട് പറയുകയാണ്. വരട്ടെ, വന്നിട്ട് കാര്യങ്ങൾ അന്വേഷിക്കട്ടെ. എന്തായാലും സിദ്ധു ആണെങ്കിൽ നിരപരാധിയാണെന്ന് തെളിയിക്കാനായിട്ട് ഒരുപാട് പാടുപെടുന്നുണ്ട്, പക്ഷെ ആരും തന്നെ അയാളെ വിശ്വസിക്കുന്നില്ല. പിന്നീട് അങ്ങോട്ട് പോലീസുകാർ വരികയാണ്. എന്നിട്ട് നമ്മുടെ പ്രഭാവതിയും സിദ്ധാർത്ഥനും ശിവക്ഷേത്രത്തിൽ വെച്ച് കണ്ട കാര്യങ്ങളൊക്കെ തന്നെ തെളിവ് സഹിതം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവിടെ വെച്ച് നിങ്ങൾ എന്താ സംസാരിച്ചത്, അവസാനമായിട്ട് അവിടെ വെച്ചാണ് മേഡത്തിനെ എല്ലാവരും കണ്ടിരിക്കുന്നത്, നിങ്ങൾ തമ്മിൽ വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നതും അവിടെയുള്ള ആളുകൾ കണ്ടിട്ടുണ്ട്, സാക്ഷികളുണ്ട്. സിദ്ധാർത്ഥൻ സാർ ഇനി കുറ്റം സമ്മതിച്ചേ മതിയാകൂ. എവിടെയാണ് പ്രഭാവതി മേഡത്തെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അവരെ എന്തെങ്കിലും ചെയ്തോ? ഇതൊക്കെ കേട്ട് സിദ്ധു ആണെങ്കിൽ ആകെ ഷോക്കാവുകയാണ്. കാരണം താനും പ്രഭയും അവിടെ വെച്ച് കണ്ടിരുന്നുവെങ്കിലും സ്ഥാനപിന്മാറ്റം നടത്തണമെന്ന് മാത്രമേ സിദ്ധാർത്ഥൻ പ്രഭാവതിയോട് ആവശ്യപ്പെട്ടിട്ടുള്ളൂ, ദേവിക ജയിക്കണമെന്നും. അതിലപ്പുറം ഒന്നും തന്നെ സംസാരിച്ചിട്ടില്ല. എന്തായാലും ഈ സമയം പോലീസുകാരോട് സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ഭാര്യയെ മനഃപൂർവ്വം ഒന്നും ചെയ്യില്ല, അവൾ എൻ്റെ ഭാര്യയാണ്, രാഷ്ട്രീയമൊക്കെ പിന്നെയില്ലെന്ന് പറയുമ്പോൾ, സാർ എന്തായാലും ഇനിയിപ്പോൾ സ്റ്റേഷൻ വരെ വന്നേ മതിയാകൂ, സാറിനെയാണ് എല്ലാവരും സംശയിക്കുന്നത്, ഇനി ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്തേ മതിയാവുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ദേവികയും നന്ദനും രജനിയും ഗിരീഷും എല്ലാവരും ആകെ ഷോക്കാവുന്നുണ്ട്. അച്ഛൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് നന്ദൻ പറയുന്നുണ്ടെങ്കിലും അതൊക്കെ നമുക്ക് സ്റ്റേഷനിൽ വെച്ച് സംസാരിക്കാം, സാറ് വരണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സിദ്ധാർത്ഥനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. എല്ലാവരും ആകെ മാനസികമായിട്ട് തകർന്നു പോവുകയാണ്. കാരണം സിദ്ധാർത്ഥന്റെ ആ അറസ്റ്റ് നന്ദനും ദേവികയ്ക്കും ഒക്കെ തന്നെ സഹിക്കാവുന്നതിലും അപ്പുറമാണ്. രജനിയാണെങ്കിൽ തീർത്തും വിശ്വസിക്കുന്നു അച്ഛൻ തന്നെയാണ് അമ്മയെ കൊലയ്ക്ക് കൊടുത്തത് എന്നും. പിന്നെ ഇക്കാര്യങ്ങളൊക്കെ തന്നെ ചന്ദ്രമതി അറിയുന്നുണ്ട്. ചന്ദ്രമതി ആണെങ്കിൽ ത്യാഗരാജനോട് പറയുകയാണ്, നീ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തുറന്നു പറയണം, പാവാണ് സിദ്ധാർത്ഥൻ, അയാളെ വെറുതെ മീഡിയാസിനും മറ്റും ഇട്ട് കൊടുക്കരുത്, പ്രഭ എവിടെയുണ്ടെന്നൊക്കെ അറിയുമെങ്കിൽ പറയണമെന്നൊക്കെ പറയുമ്പോൾ, ചേച്ചി എന്തൊക്കെയാണ് പറയുന്നത്, ഞാനൊന്നും ഒന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുകയാണ്. എന്തായാലും പ്രഭ മാറി നിൽക്കുകയായിരിക്കുമെന്നാണ് എൻ്റെ ബലമായിട്ടുള്ള സംശയം. അങ്ങനെ മാറി നിൽക്കുകയാണെങ്കിൽ ഈ വാർത്തയും മറ്റും കാണുമ്പോൾ അവൾ ഉറപ്പായിട്ടും വരും. സിദ്ധാർത്ഥൻ സാറിനുണ്ടാവുന്ന അപമാനം പ്രഭയ്ക്ക് ഒരിക്കലും സഹിക്കാനാവില്ല എന്നൊക്കെ ചന്ദ്രമതി പറയുന്നുണ്ട്. ഈ സമയം തന്നെ നമ്മുടെ കുറുക്കന്റെ കണ്ണോട് കൂടിയിട്ടാണ് ത്യാഗരാജൻ ചന്ദ്രമതിയെ ഇങ്ങനെ നോക്കുന്നത്. എന്തായാലും ത്യാഗരാജൻ തന്നെയാണ് ഇതിന് പിന്നിൽ, പക്ഷെ അയാളാണെങ്കിൽ താനല്ല എന്ന് തെളിയിക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അരുന്ധതിയാണെങ്കിൽ ത്യാഗരാജനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ്, സത്യം പറയണം, നീയാണോ ഇതിന് പിന്നിലെന്ന്. മേഡം എന്തൊക്കെയാണ് പറയുന്നത്, അല്ല കഴിഞ്ഞ തവണ ഞാൻ നിന്നെ താക്കീത് തന്ന് വിട്ടയച്ചതാണ്, അങ്ങനെ എന്തെങ്കിലും നീ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വലിയ മണ്ടത്തരമാണ്, പ്രഭയ്ക്കായിരിക്കും കൂടുതൽ വോട്ടുകൾ വീഴുക, പിന്നെ നമ്മൾ കഷ്ടപ്പെട്ടതൊക്കെ തന്നെ വെറുതെ ആവും എന്നൊക്കെ പറയുമ്പോൾ ത്യാഗരാജൻ പറയുന്നുണ്ട്, ഒരു തവണ ഒരാൾക്ക് തെറ്റുപറ്റും എന്ന് കരുതിയിട്ട് വീണ്ടും വീണ്ടും ആവർത്തിക്കില്ലല്ലോ മേഡം, ഞാൻ എന്തായാലും പ്രഭാവതിയെ ഒന്നും ചെയ്തിട്ടില്ല, അവരെവിടെ ചെന്ന് ഒളിച്ചിരിക്കുന്നു എന്നൊന്നും എനിക്കറിയില്ല, ഇനിയിപ്പോൾ അവർ മനഃപൂർവ്വം ഒളിച്ചിരിക്കുന്നതാണോ അതോ സിദ്ധാർത്ഥൻ സാറാണോ ഇതിന് പുറകിലെന്നൊന്നും എനിക്കറിയില്ലെന്നിങ്ങനെ ത്യാഗരാജൻ തീർത്ത് പറയുമ്പോൾ, അങ്ങനെ എന്തോ വലിയ ചതി നടന്നിട്ടുണ്ട്, പ്രഭ ഒരിക്കലും ഒളിച്ചോടുന്ന കൂട്ടത്തിലല്ല, അവൾ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ച് പോവാനും ചാൻസ് ഇല്ല. ഈ സമയം ത്യാഗരാജൻ പറയുന്നുണ്ട്, എല്ലാവരും എന്നെയാണ് സംശയിക്കുന്നത്, പക്ഷേ ഇതിന് പുറമെ വേറെ ഏതൊരു ശത്രു ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്, പിന്നെ സിദ്ധാർത്ഥൻ സാറിനെ കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ അരുന്ധതി പറയുന്നുണ്ട്, അയാൾ ഒരിക്കലും അങ്ങനെ ചതിയിലൂടെയുള്ള വഴി സ്വീകരിക്കില്ല എന്ന്. അങ്ങനെ ത്യാഗരാജൻ പറയുകയാണ്, ഇനിയിപ്പോൾ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം, ആ പ്രഭാവതി തിരികെ വരികയാണെങ്കിൽ അവർക്ക് തന്നെയായിരിക്കും വോട്ട് കിട്ടുക, പിന്നെ കുറ്റവാളികളാവുക നമ്മൾക്ക് തന്നെയായിരിക്കും, മാഡം ദേവിയെ ജയിക്കാൻ വേണ്ടി ഇറക്കിയ എല്ലാ പൈസയും വേസ്റ്റായി പോകുമെന്നൊക്കെ പറയുമ്പോൾ അരുന്ധതിയാണെങ്കിൽ ആകെ ഷോക്കായി പോകുന്നു. എന്തായാലും പ്രഭയ്ക്കെതിരെയുള്ള രണ്ടാമത്തെ ആക്രമണം ആയതുകൊണ്ട് തന്നെ അവർക്കാണെങ്കിൽ ചെറിയൊരു പ്രതീക്ഷ
തെറ്റലുണ്ടാവുന്നുണ്ട്. കാരണം സഹതാപ വോട്ടകത്തിന് പ്രഭയ്ക്ക് പോകുമോ എന്നുള്ള രീതിക്ക്. അങ്ങനെ യഥാർത്ഥത്തിൽ ആരാണ് ഇതിന് പിന്നിലെന്നറിയാതെ എല്ലാവരും ആകെ വല്ലാതെയാവുന്നുണ്ട്. പ്രഭയാണെങ്കിൽ മറഞ്ഞിരിക്കുന്നതാണോ അതോ ഇനിയിപ്പോൾ പ്രഭയെ മനഃപൂർവ്വം ആരെങ്കിലും എന്തെങ്കിലും ചെയ്തതാണോ എന്നറിയാതെ എല്ലാവരും ആകെ തകർന്നിരിക്കുകയാണ്. നന്ദനും ദേവിക്കും ഒക്കെ തന്നെ സിദ്ധാർത്ഥന്റെ ആ അറസ്റ്റിലൂടെ തകർന്നു പോകുന്നുണ്ട്. അപ്പൊ കാത്തിരിക്കാൻ നമുക്ക് കിടിലൻ എപ്പിസോഡ്സിനായിട്ട്. ബൈ.